അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാട ഖബർ മദീനയിലാണെന്ന് നമ്മൾ പറഞ്ഞു. മദീനയിലേക്ക് പോയത് 6 വയസ്സുള്ള സമയത്ത്. അബ്ദുള്ള മരണപ്പെടുന്നത് മക്കയിൽ നിന്നും ഷാമിലേക്കുള്ള യാത്രയിൽ മദീനയിൽ വെച്ചാണ് എന്നും മദീനയിലാണ് അബ്ദുള്ളയുടെ ഖബർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഉമ്മ മദീനയിലേക്ക് യാത്ര ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സുള്ള സമയത്താണ്. മദീനയിൽ എത്തി മടങ്ങി വരുന്ന സമയത്ത് അബവാ എന്ന സ്ഥലത്ത് ഉമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അസുഖമുണ്ടാവുകയും അസുഖം ശക്തിപ്പെടുകയും അവിടെ വച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഉമ്മു ഐമൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു ഐമനും ആ യാത്രയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് എത്തിച്ചത് ഉമ്മു ഐമനാണ്. ഇപ്പൊ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു. 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. പൂർണ്ണമായ അനാഥത്വത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. അള്ളാഹുവിൻ്റെ തീരുമാനം. ജീവിതത്തിൽ യതീമീങ്ങളോട് അതുപോലെ തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ സ്നേഹവും ആർദ്രതയും കരുണയും ഒക്കെ കാണിച്ചിരുന്നു. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നു, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 6ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് റസൂലിനെ സംരക്ഷിക്കുന്നത് ജദ്ദായ അബ്ദുൽ മുത്തലിബാണ്. പക്ഷെ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണവും വളരെ കുറഞ്ഞ നാളാണ്. 2 വർഷം മാത്രമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലുണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബ് മക്കയിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ആദരണീയനാണ്. മക്കക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ്. മക്കയിലെ ഏറ്റവും പ്രബലമായ ഗോത്രമായ ഖുറൈശികളുടെ നേതാവും കൂടിയാണ് അദ്ദേഹം. ആ നിലയ്ക്ക് മക്കക്കാരുടെ തന്നെ നേതൃസ്ഥാനത്തുള്ള വ്യക്തി. സീറയുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അബ്ദുൽ മുത്തലിബ് മക്കയിൽ അദ്ദേഹത്തിൻ്റെതായ സ്ഥലത്ത് ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പ്രത്യേകമായ വിരിപ്പ് വിരിച്ചിടുമായിരുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8 വയസ്സ് വരെയുള്ള ജീവിതത്തിലാണ് അബ്ദുൽ മുത്തലിബിനോടൊപ്പം ജീവിച്ചത്. ആ സമയത്ത് ആ വിരിപ്പിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കും. അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റ് മക്കൾ ആ കുട്ടിയെ, റസൂലിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ മാറ്റുന്നത് കാണുമ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു, ദഉ ഇബ്നി ഹാദാ ഫവല്ലാഹി ഇന്ന ലഹു ലശഅനൻ. അവനെ വിട്ടേക്ക്, അവനൊരു വലിയ സ്ഥാനവും അംഗീകാരവുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകാനുണ്ട് എന്ന് പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഇരിക്കുമായിരുന്നു. ആ സദസ്സിൽ അബ്ദുൽ മുത്തലിബിൻ്റെ ഒപ്പം ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയുടെ അടുക്കൽ വലിയ സ്വാതന്ത്ര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയിരുന്നു. കാരണം വളരെ ആദരണീയനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ വലിയ സ്വാതന്ത്ര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ അബ്ദുൽ മുത്തലിബ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തിരിക്കും. യംസഹു ലഹറഹു ബിയമീനി. നബിയുടെ മുതുകിൽ അബ്ദുൽ മുത്തലിബ് തടകുമായിരുന്നു. അതുപോലെ തന്നെ വയസുറുഹു മാ യറാഹു യസ്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന കുട്ടി എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
വളരെ സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ വലിയ ഒരു അംഗീകാരമുള്ള വ്യക്തിയുടെ അടുക്കൽ വലിയ സ്നേഹവും സ്വീകാര്യതയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറി. മാത്രമല്ല അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കളുടെ അടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായ ഒരു പരിഗണനയും അംഗീകാരവും കിട്ടി. കാരണം അവരേറ്റവും ബഹുമാനത്തോടുകൂടി കാണുന്ന പിതാവ് ഈ കുട്ടിക്ക് വലിയ ഒരു പരിഗണന കൊടുക്കുന്നത് കാണുമ്പോൾ അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രത്യേകമായ സ്നേഹമുണ്ടായി. 8-ാമത്തെ വയസ്സിൽ, റസൂലിന് 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അങ്ങനെയാണ് അബൂ താലിബിന്റെ സംരക്ഷണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. അബ്ദുൽ മുത്തലിബിന് കുറേ മക്കളുണ്ടായിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. കുറേ ഭാര്യമാരും ഉണ്ടായിരുന്നു. അതിൽ അബ്ദുല്ലായുടെയും അബൂ താലിബിൻ്റെയും ഉമ്മ ഒന്നാണ്, ബാക്കിയുള്ളവരുടെയൊക്കെ ഉമ്മ വേറെയാണ്. അബൂ താലിബ്, അബ്ദുല്ല, പിന്നെ സുബൈർ എന്നു പേരുള്ള വേറൊരു മൂത്താപ്പയും കൂടെ ഉണ്ട് റസൂലിന്. ഇവരുടെ 3 പേരുടെയും ഉമ്മ ഒന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ദുള്ളയുടെയും ഉമ്മ വേറെയാണ്, രണ്ടും രണ്ടാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വേറെയാണ്. ഇപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ഷഖീഖായ സഹോദരൻ അബൂ താലിബാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ പെൺമക്കളെല്ലാം ആ ഉമ്മയിലുള്ളതാണ്. സഫിയ റളിയല്ലാഹു അൻഹ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം 5 പെൺമക്കളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ സഫിയ റളിയല്ലാഹു അൻഹ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പെൺമക്കളും ആ ഉമ്മയിൽ നിന്നുള്ളതാണ്. അബ്ദുല്ലായുടെ ഷഖീഖായ സഹോദരിമാരാണ് ബാക്കിയുള്ളവരെല്ലാം, സഫിയ റളിയല്ലാഹു അൻഹ ഒഴിച്ചാൽ ബാക്കിയുള്ളവരാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അബൂ താലിബിനെ ഏൽപ്പിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം അതും കൂടെയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഷഖീഖായ സഹോദരനാണ് എന്നൊരു പരിഗണനയും മാത്രമല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കളെ അപേക്ഷിച്ച് നാട്ടിലൊരു സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ ഉള്ള വ്യക്തിയും അബൂ താലിബായിരുന്നു. ഈ കാരണത്താലും അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. പിന്നെ അവിടെ നിന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ 10-11 വർഷം വരെ അബൂ താലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ സഹായവും നൽകിയത് എന്ന് ചരിത്രം നമുക്കറിയുന്ന കാര്യം. നബിയുടെ ജീവിതത്തിലെ ചെറിയ പ്രായത്തിലുണ്ടായ ചില അസാധാരണമായ സംഭവങ്ങളിൽ ഒന്ന് ഷാമിലേക്ക് അബൂ താലിബിനോടൊപ്പം പോയ കച്ചവട യാത്രയുടെ സംഭവമാണ്. ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ബുസ്ര അന്ന് ഷാമിൻ്റെ ഭാഗമാണ്. ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ യാത്രാ സംഘത്തെ ദൂരെ നിന്നും വീക്ഷിക്കുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. ബഹീറ എന്ന് പേരുള്ള ഒരു പുരോഹിതൻ. അദ്ദേഹം ഈ യാത്രാ സംഘത്തിനെ കണ്ടപ്പോൾ അവരെ ഒരു സൽക്കാരത്തിന് വേണ്ടി വിളിച്ചു. സൽക്കാരത്തിന് വേണ്ടി വിളിച്ച എല്ലാവരും സൽക്കാരത്തിന് ഈ റാഹിബിന്റെ അടുക്കലെത്തി. അപ്പോൾ റാഹിബ് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള എല്ലാവരും വന്നോ? അപ്പോൾ പറഞ്ഞു, ഒരാൾ വരാൻ ബാക്കിയുണ്ട്, ഒരു ചെറിയ പയ്യൻ ബാക്കിയുണ്ട്. അദ്ദേഹം ആടിനെ മേയ്ക്കുന്നോ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ റാഹിബ് പറഞ്ഞു, എല്ലാവരെയും കൊണ്ടുവരണം, നിങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവരെയുമാണ് ഞാൻ സൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഘത്തിലേക്ക് കടന്ന് എത്തുമ്പോൾ റസൂലിന് ഒരു മേഘത്തിൻ്റെ തണൽ ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുക. നേരത്തെ തന്നെ ഈ സംഘം വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കുട്ടിയെ റാഹിബ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചത്. ഈ സംഘം റാഹിബിനോട് ചോദിക്കുന്നുണ്ട്. ജർജീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ബഹീറ എന്നാണ് അറിയപ്പെടുന്നത്. എന്തേ നിങ്ങൾ പതിവില്ലാതെ ഇത്തവണ നമ്മളെ സൽക്കാരത്തിന് വേണ്ടി വിളിച്ച്, സാധാരണ അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെ ഇത്തവണ സൽക്കരിക്കാൻ നമ്മൾ പ്രത്യേകമായ ഒരു താല്പര്യം എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം
ചോദിച്ചു, ഈ കുട്ടിയുടെ ഉപ്പ ആരാണ്? അപ്പോൾ പറഞ്ഞു, അബൂ താലിബ് പറഞ്ഞു, ഞാനാണ്. ഈ കുട്ടിയുടെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ഈ റാഹിബ് പറയും. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, ഇല്ല, ശരിയാണ്, ആ കുട്ടിയുടെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഞാൻ കുട്ടിയുടെ പിതൃവ്യനാണ്, അഥവാ ഉപ്പയുടെ സഹോദരനാണ് എന്ന് പറയുകയും ആ സംഭവങ്ങൾ റാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇത് സയ്യിദുൽ ആലമീൻ, ലോകത്തിൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ചരിത്ര സീറയുടെ ഗ്രന്ഥങ്ങൾ, ഏകദേശം എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മളും ചെറുപ്പത്തിൽ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ റാഹിബ് പറയുന്നുണ്ട്, ഈ കുട്ടിയെ നിങ്ങൾ ഷാമിലേക്ക് കൊണ്ടുപോകരുത്, അവിടെയുള്ള ജനങ്ങൾ കണ്ടാൽ ഈ കുട്ടിയെ അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അവിടെയുള്ള ജനങ്ങൾക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് അന്ത്യപ്രവാചകനാണ് എന്നതിൻ്റെ വളരെ കൃത്യമായ അടയാളം ഈ കുട്ടിയിലുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ളവർ അഹ്ലി കിതാബാണ്, വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാണ്, അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അന്ത്യപ്രവാചകന്റെ അടയാളം കൃത്യമായിട്ടറിയാം. അവിടെ ഈ കുട്ടിയെയും കൊണ്ടുപോയാൽ അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മക്കയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം, ഷാമിലേക്ക് കുട്ടിയുമായിട്ട് പോകരുത് എന്ന് ഈ റാഹിബ് അബൂ താലിബിനോട് പ്രത്യേകമായി ഉപദേശിക്കാം. അങ്ങനെ അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിയിൽ നിന്നും മടക്കി വീണ്ടും മക്കയിലേക്ക് അയച്ചു എന്നാണ് ആ സംഭവം. ഈ സംഭവം അടിസ്ഥാനരഹിതമാണ് എന്ന ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സീറയുടെ ഗ്രന്ഥം ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ മുതൽക്ക് ഈ സംഭവം ഉദ്ധരിച്ചു വരുന്നുണ്ട്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം തിർമിദി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല പ്രബലരായ മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. സീറയുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. റഹീഖുൽ മഖ്തൂമിൽ അടക്കം നമുക്ക് ഈ സംഭവം കാണാൻ കഴിയും. ഇമാം ദഹബി റഹിമഹുല്ല ഈ സംഭവത്തെ ചില കാരണങ്ങളുടെ പേരിൽ സ്വീകാര്യമല്ല, ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം സമകാലികമായൊരു സാഹചര്യത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കൊണ്ടാണ് ആ സംഭവം കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. ഈ സംഭവം തികച്ചും മക്ദൂബാണ്, കളവാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് ചിലർ പറയാറുള്ളത്. എന്നാൽ ഹദീസ് സംബന്ധമായി കൂടുതൽ ഗ്രാഹ്യമുള്ള പൂർവകാല പണ്ഡിതന്മാരും പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ രണ്ട് നിലപാടുകൾ സ്വീകരിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, കൃത്യമായി മനസ്സിലാക്കുന്നത് പോലെ ഹദീസ് മുർസലാണ്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്നും കേട്ടതായിട്ട് ഒരു റിവായത്തിലും ഇല്ല. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ റസൂലിൽ നിന്നും കേട്ടതാവണം. അപ്പോൾ റസൂലിൽ നിന്നും കേട്ടതായിട്ട് ഒരു സംഭവത്തിലും റിവായത്തിലും കാണാത്തത് കൊണ്ടും ഹദീസ് മുർസലായതുകൊണ്ടും ഹദീസ് സ്വീകാര്യമല്ല എന്നാണ് ഹദീസിന്റെ വിശദീകരണങ്ങൾ നമ്മൾ കാണുന്നത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടക്കി അയച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബിയോടൊപ്പം ചേർത്തയച്ചു, മക്കയിലേക്ക് മടക്കി അയച്ചു എന്നൊരു സംഭവം ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സുള്ള സമയമാണ്. ആ സമയത്ത് റസൂലിന്റെ ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഈ റാഹിബ് ഇങ്ങനെ പറയുമ്പോൾ അബൂ താലിബ് റസൂലിനെ വേറെ കുറച്ച് ആൾക്കാരോടൊപ്പം ചേർത്ത് മക്കയിലേക്ക് മടക്കി അയക്കാം. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബിയോടൊപ്പം മക്കയിലേക്ക് മടങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ നീയും പോകണമെന്ന് പറഞ്ഞയക്കുന്ന ഒരു സംഭവം. ആ സംഭവം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം റസൂലിനപ്പോ എത്ര വയസ്സാണ്? 8 വയസ്സ്. അബൂബക്കർ തന്നെ എത്ര വയസ്സുണ്ടാവും? 6 വയസ്സുണ്ടാവും.
അപ്പൊ 6 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താനുള്ള ഒരു സാധ്യതയുമില്ല ഒരു ഭാഗത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പരമാവധി ഉണ്ടാകാൻ സാധ്യത 1 വയസ്സാണ്. ഇപ്പൊ 1 വയസ്സുള്ള ബിലാലിനെ 6 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 8 വയസ്സുള്ള റസൂലിന് കൂട്ടായിട്ട് അയച്ചു എന്ന് പറയുമ്പോൾ ആ സംഭവത്തിൽ ഒരുപാട് ചേർച്ചക്കുറവുകളുണ്ട്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറയുന്നത് ഈ സംഭവം ശരിയല്ല എന്ന്. പക്ഷേ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ ഭാഗം മുദ്രജാണ്. ഏത് ഹദീസിലെ ഈ സംഭവത്തിലെ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം പറയുന്ന ഭാഗം മുദ്രജാണ്. അത് എല്ലാ റിവായത്തുകളിലും ഇല്ല, ചില റിവായത്തുകളിൽ മാത്രമേ അതുള്ളൂ. പല റിവായത്തുകളിലും അബൂ താലിബ് മടക്കി അയച്ചു എന്നത് വരെ ഉള്ളൂ. അതിലേറെയുള്ള ഭാഗങ്ങൾ ചില റിവായത്തുകളിലാണുള്ളത്. അപ്പൊ ഈ ഹദീസുകൾ തമ്മിൽ ബലാബലം നോക്കുമ്പോൾ അത് മുദ്രജാണ് എന്ന് മനസ്സിലാക്കാം. മുദ്രജായ ഭാഗത്തെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മുദ്രജായ ഭാഗം സാധാരണ നമുക്ക് റിവായത്തിന്റെ ശൈലി അറിയാം. ഒരു മുദ്രജായ ഭാഗം ഒരു ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ ഭാഗം ഹദീസിൽ നിലനിർത്തുക തന്നെയാണ് ചെയ്യുക, ഒഴിവാക്കി കളയൊന്നുമില്ല. അല്ലെ? അസ്ബിഗുൽ വുദൂഅ വൈലുൽ ലിൽ അഖാബി മിനന്നാർ, ഇതിലൊരു ഭാഗം മുദ്രജ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചിട്ട് ഹദീസിൽ നിന്ന് ഒഴിവാക്കലാണോ പതിവ്? അല്ല, അതും കൂടെ ചേർന്ന് വന്നിട്ടുള്ള സനദിൻ പ്രകാരമുള്ള റിവായത്തുകളിൽ ഹദീസ് റിവായത്തിന്റെ രീതി അതാണ്. ഒരു സനദിൽ എന്താണോ ഹദീസിന്റെ വചനങ്ങൾ വന്നിട്ടുള്ളത് ആ വചനം അപ്രകാരം തന്നെ ഉദ്ധരിക്കും. മറ്റൊരു സനദിൽ ആ ഹദീസിന്റെ ആ വചനം ഇല്ലാതെയും വരും. അപ്പൊ ഈ 2 ഹദീസുകളെയും ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം മുദ്രജാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മുദ്രജാണെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഹദീസിൽ നിന്ന് വെട്ടിക്കളയൊന്നുമില്ല. പിന്നെന്താ ചെയ്യാ? ആ സനദിൻ പ്രകാരം ഇന്ന മുഹദ്ദിസിന് ഈ ഹദീസ് കിട്ടിയിട്ടുള്ളത് ഈ വാക്കോടുകൂടിയാണ്. തിരുത്തലുകൾ ഹദീസിന്റെ മത്തിനിൽ വരുത്താറില്ല. പിന്നെന്ത് ചെയ്യും? ഹദീസിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നവർക്ക് മറ്റ് സനദ് ഹദീസുകളും മത്തനുകളും തമ്മിൽ ബലാബലം നോക്കിയിട്ട് ആണ് അത് മുദ്രജാണോ അല്ലേ, അതിന് വന്നിട്ടുള്ള വിഷയങ്ങൾ ഇല്ലത്തുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഇല്ലത്ത് വന്നതെല്ലാം ഒഴിവാക്കുക ഹദീസിൽ നിന്നും, അല്ലെങ്കിൽ മുദ്രജായതെല്ലാം ഒഴിവാക്കുക. ഇങ്ങനെ രീതി ആദ്യകാലം മുതലേ ഹദീസിന്റെ ഹദീസിനോടുള്ള അയിമ്മത്തുകളുടെ സമീപന രീതി അങ്ങനെ അല്ല. ഇപ്പൊ മുദ്രജാണെങ്കിൽ മുദ്രജായിട്ട് തന്നെ നിൽക്കും. വൈലുൽ ലിൽ അഖാബി മിനന്നാറാണ് ഹദീസ്, അല്ലെ? അസ്ബിഗുൽ വുദൂ എന്താണ്? മുദ്രജ എന്ന് വെച്ചിട്ട് അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വന്ന ഉലമാക്കള് അസ്ബിഗുൽ വുദൂനെ വെട്ടിക്കളഞ്ഞിട്ട് വൈലുൽ ലിൽ അഖാബി മാത്രം ഉദ്ധരിക്കുക. പിന്നെ അത് ആദ്യകാലം മുതൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ ഉദ്ധരിക്കും. അതുപോലെ തന്നെ യതഹന്നസു ബിഗാരി ഹിറ, അത് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരിയിലാണ് ഉള്ളത് മുദ്രജ്. ഏതാണത്? വഹുവ തഹന്നുസു, അല്ലേ? ആ തഹന്നുസ് മുദ്രജ എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹദീസുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം മുദ്രജാണ്. പക്ഷെ ആ മുദ്രജ അവിടെ ഉണ്ടാവും. അതാണ് ഹദീസ് ഉദ്ധരിക്കുന്നതിന്റെ രീതി. ഇപ്പൊ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെയും സംഭവം പറയുന്ന ചില ഭാഗങ്ങളുണ്ട് എന്നും അത് മുദ്രജാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കുന്നത് ഏതാണ്? മുദ്രജല്ലാത്ത ഭാഗമാണ് നിലനിൽക്കുക. എന്നാൽ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഏതും കൂടെ ഉദ്ധരിക്കും, ആ സംഭവം കൂടെ ഉദ്ധരിക്കും. ഏട്ടാന്റെ വിശദീകരണത്തിലൂടെ അത് മുദ്രജാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ഹദീസിനോടുള്ള സമീപന രീതി. അപ്പൊ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്, സ്വീകാര്യമല്ല. ദഹബി അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വരുമ്പോൾ ആൾക്കാർക്ക് കടുപ്പം കൂടി വരുമ്പോൾ എന്താവും? അത് മക്ദൂബാണ്, ലാ അസ്ല ലഹു, അങ്ങനെയാണ് അതിനോടുള്ള സമീപന രീതി വരുന്നത്. ഇപ്പൊ ഒരു ഹദീസിൽ മുദ്രജായ ഒരു കഷണം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഹദീസുകൾ ആദ്യാവസാനം ദഈഫാകാൻ പോയാൽ എന്താവും?
വളരെ പ്രബലമായ പല ഹദീസുകളും ദഈഫായി പോവും. മനസ്സിലല്ലേ? അപ്പൊ മുദ്രജിനെ മുദ്രജായി കാണുക, ശരിയായിട്ടുള്ളതിനെ അങ്ങനെ തന്നെ കാണുക. അതാണ് അതിൻ്റെ. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹദീസിന്റെ സനദ് സഹീഹാണ്. ഹദീസിന്റെ സനദ് സഹീഹാണ്. മുദ്രജായ ഭാഗത്തെ ഒഴിവാക്കിയാൽ ഹദീസിന്റെ മത്തിനിൽ യാതൊരു തരത്തിലുള്ള ചേർച്ചക്കുറവും ഇല്ല. എന്തുകൊണ്ടില്ല? അത് നമുക്കറിയുന്ന കാര്യമാണ്. ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ഫ് തൗറാത്തിലും ഇഞ്ചീലിലും സവിസ്തരം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹു, അത്ര കൃത്യമായിട്ട് റസൂലിനെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അടയാളങ്ങൾ ജൂത ക്രിസ്തീയ പുരോഹിതന്മാർക്ക് നബിയെ കുറിച്ച് അറിയാമായിരുന്നു. ഇപ്പൊ ഇവിടെ ക്രിസ്തു മതത്തിലുള്ള ഒരു പണ്ഡിതനാണ് ആര്? ഈ പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് സ്വാഭാവികമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടയാളം വെച്ചിട്ട് അറിയാൻ യാതൊരു പ്രയാസവും ഇല്ല. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള ചേർച്ചക്കുറവില്ല. നബിയെ കണ്ടപ്പോൾ തന്നെ ദൂരത്ത് നിന്ന് തന്നെ ഈ പുരോഹിതൻ റസൂലിനെ മനസ്സിലാക്കുന്നു. ഈ സംഘത്തിൽ സാധാരണയിൽ വ്യത്യസ്തമായ ഒരു ബാലനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് തൗറാത്തിലൂടെയും ഇഞ്ചീലിലൂടെയും ഒരു ക്രിസ്തീയ പുരോഹിതന് അറിയാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നു, സൽക്കരിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ ഉപ്പ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെടും എന്നുള്ള കാര്യം അവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ കുട്ടിയുടെ ഉപ്പ ആരാൻ ചോദിക്കുമ്പോൾ അബൂ താലിബ് എന്ന് പറയുന്നു. കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്നു. അതും അവർക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ്. അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള ചേർച്ചക്കുറവും ഹദീസിൽ ഇല്ലാത്തത് കൊണ്ടും ഈ ഹദീസ് സഹീഹാണ് എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത്. എന്ന് മാത്രമല്ല, സമകാലികനായി വലിയ ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അൽബാനി. അദ്ദേഹവും ഈ ഹദീസിന്റെ സനദ് സഹീഹാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു സനദ് സഹീഹാണ് എങ്കിൽ സഹീഹായ സനദുള്ള ഒരു റിവായത്തിന് പിന്നെ നമ്മളുടെ സൗകര്യം, നമ്മുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് ബൂത്തിയുടെ വാക്കുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഹദീസ് സനദൻ സഹീഹാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ യോജിക്കാൻ പറ്റാത്ത ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മുദ്രജാണ് എന്നും ബോധ്യപ്പെട്ടാൽ ബാക്കിയുള്ള ഭാഗം ഒരു തരത്തിലും യോജിക്കാൻ പ്രശ്നമുള്ള കാര്യങ്ങളെ അല്ല. റസൂലിന്റെ ജീവിതത്തിൽ ബനൂ സഅദ് മുതൽക്കല്ല, ജനന സമയം മുതൽക്കേ അസാധാരണമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് വളരെ പ്രബലമായ സീറയുടെ ഗ്രന്ഥങ്ങളിലൂടെ സ്ഥിരപ്പെട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ബഹീറ റാഹിബിന്റെ സംഭവം മക്ദൂബാണ് എന്നിടം വരെ പോകേണ്ടുന്ന കാര്യമൊന്നും ഇല്ല. അതിനകത്ത് യുക്തിക്ക് യോജിക്കാത്ത ഭാഗം മുദ്രജാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ആ സംഭവം ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നതിലോ അതൊരു സംഭവമായി ഉദ്ധരിക്കുന്നതിലോ ഹദീസ് ഉദ്ധരിക്കുന്നതിൻ്റെ രീതിയുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ കാര്യവും അല്ലാത്തതുകൊണ്ട് സമകാലികവും പൂർവകാലത്തുള്ളതുമായ എല്ലാ സീറയുടെ ഗ്രന്ഥങ്ങളും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ബഹീറയുടെ സംഭവം. ഇനി അത് ദുർബലമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അതൊരു പ്രശ്നമുള്ള കാര്യവുമല്ല. കാരണം ഈ തരത്തിലുള്ള ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ മക്ദൂബാണ്, ഉദ്ധരിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അത്രമേൽ അതിനെ നിസ്സാരപ്പെടുത്താനും മാത്രമുള്ള പ്രശ്നം ഹദീസ് നിവേദക ശാസ്ത്ര നിയമപ്രകാരം ഈ സംഭവത്തിന് ഇല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനമായ സംഭവമാണ് ബഹീറയുടെ സംഭവം. അതിലൂടെ ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്നവർക്കും നബിയെ സംബന്ധിച്ച് ഒരു പുതിയ അറിവ് ലഭിക്കുകയാണ്. കാരണം അവസാന പ്രവാചകനായി മാറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ആ സംഘത്തിന് ലഭിക്കുകയാണ്.
പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിലുണ്ടായ മറ്റൊരു സംഭവമാണ് ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ യുദ്ധം ഹറാമായ മാസം ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മക്ക മുക്കറമയ്ക്കും ഹറമിനും അവരൊരു പവിത്രത കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യുദ്ധം ഹറാമായ മാസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതിനെ ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വിശുദ്ധ ഹറമിന്റെ പവിത്രതയ്ക്ക് ചേരാത്ത തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ആ സംഭവത്തിൽ ഉണ്ടായതുകൊണ്ടുമാണ് ഹർബുൽ ഫിജാർ എന്ന സംഭവത്തിന് പേര് പറയുന്നത്. സംഭവം കുറച്ച് വിശാലമാണ്. നുഅ്മാൻ ഇബ്നു മുൻദിർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ സമയത്ത് ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭരണപരമായ ചുമതലയുള്ള ആൾ. അയാൾ എല്ലാ വർഷവും ഉഖാദ് ചന്തയിലേക്ക് ഒരു സംഘം ആൾക്കാരെ അയക്കുമായിരുന്നു. കുറേ വസ്തുക്കൾ കച്ചവടത്തിനുമൊക്കെ ആയിട്ടൊരു സംഘം ആൾക്കാരെ അയക്കുമായിരുന്നു. അപ്പോൾ ആ സംഘത്തിൻ്റെ സംരക്ഷണം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ ആരുണ്ട് തയ്യാറ് എന്ന ഒരു ചോദ്യം വന്നപ്പോൾ ഒരാൾ തയ്യാറായി. അപ്പോൾ അതിൻ്റെ മേലെ മറ്റൊരാൾ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വന്നു. അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെ വധിച്ചു. അതാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഈ രണ്ട് ഗോത്രക്കാരും തമ്മിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുകയാണ്. ഖുറൈശികൾ അതിനകത്ത് സഖ്യകക്ഷിയായിട്ട് ചേരുകയാണ്. അപ്പോൾ അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഓരോ ഗോത്രങ്ങൾക്കും അവരവരുടെ ചില സൗഹൃദ ഗോത്രങ്ങളുണ്ടാവും. ആ ഗോത്രക്കാർ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റവരും സഹകരിക്കും. നമുക്ക് ബനു ഖുറൈദയുടെയും ഔസിൻ്റെ ഒക്കെ സംഭവം അറിയുന്നത് പോലെ ഔസിൻ്റെ ഹലീഫുകളാണ് ബനു ഖുറൈദ്, ഹസ്റജിൻ്റെ ഹലീഫുകളാണ് ബനു നദീറും ബനു ഖൈനുഖാവും എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ഈ പരസ്പര പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹായികളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഖുറൈശികൾക്കും അതിനകത്ത് പങ്കാളികളാകേണ്ടി വന്നു. ഹർബുൽ ഫിജാർ 4 ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. 4ാമത്തെ ഘട്ടമാണ് ഏറ്റവും കടുത്ത ഒരു ഘട്ടം. അതിലാണ് മക്കയുടെ ഹറമിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായത്. അതുകൊണ്ടാണ് തിന്മകൾ നിറഞ്ഞ ഒരു യുദ്ധം എന്ന്. യുദ്ധമേ തിന്മകളുള്ളതാണ്, എന്നാൽ അതിലും ഹറമിൻ്റെയും അഷൂറുൽ ഹറമിൻ്റെയും എല്ലാം പവിത്രതയ്ക്കെതിരായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഹർബുൽ ഫിജാർ എന്ന് പേരുള്ളത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് മക്കയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മറ്റൊന്നാണ് ഹിൽഫുൽ ഫുദൂൽ. ഹിൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞാൽ ആസിബിന് വായിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ഉണ്ടായ സംഭവമാണ്. മക്കയുടെ പുറത്തു നിന്നൊരാൾ കച്ചവടക്കാരനായിട്ട് മക്കയിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ആസിബിന് വായിൽ വാങ്ങിച്ചിട്ട് അദ്ദേഹം പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ വസ്തു വിറ്റയാള് പൈസ കിട്ടാനുള്ള മാർഗം അന്വേഷിച്ച് പലരെയും സമീപിച്ചു. പല നാട്ടിലുള്ള പല പ്രധാനികളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആസിബിന് വായിൽ എനിക്ക് പൈസ 2 വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. ആരും അതിനകത്ത് ഇടപെടാൻ തയ്യാറായില്ല. അവസാനം ഇദ്ദേഹം ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ എൻ്റെ കയ്യിൽ നിന്നൊരു വസ്തു വാങ്ങിയിരിക്കുന്നു. ആ വസ്തുവിൻ്റെ വില അയാൾ തരാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ നാട്ടുകാരും അതിനകത്ത് ഇടപെടുന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഉറക്കെ വിളിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ നേരത്തെ നമ്മൾ പറഞ്ഞ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് ആ വഴിയിലൂടെ നടന്നു പോവാണ്. അദ്ദേഹം ഈ വാക്ക് കേൾക്കുന്നു. ഉടനെ തന്നെ ഖുറൈശികൾപ്പെട്ട എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടാണ്. അവിടെ വെച്ച് അവര് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അന്യായങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. അന്യായം ചെയ്യുന്നവർ നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും, അന്യായം അനുഭവിച്ചവൻ വിദേശിയാണെങ്കിൽ പോലും അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അന്യായം ചെയ്യുന്നവർക്കെതിരെ പ്രവർത്തിക്കണം. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കണം. അനീതി അംഗീകരിച്ചു കൊടുക്കരുത്. ഈ വിഷയത്തിലാണ് ഇവർ കരാർ ചെയ്യുന്നത്. അതിനാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഹിൽഫുൽ ഫുദൂലിൽ പങ്കെടുത്തത് എന്ന് വെച്ചാൽ
അന്യായം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായ ഒരു കൂട്ടായ്മയുടെ പേരാണ് ഹിൽഫുൽ ഫുദൂൽ. ഇനിയും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വേണ്ടി എന്നെ വിളിക്കപ്പെട്ടാൽ ഞാൻ അതിൽ പങ്കാളിയാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിലും അന്യായം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാൻ ഒരു സംഘം പ്രതിജ്ഞ എടുത്തതിന്റെ സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്രായത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിൽ പങ്കാളിയാവുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.